ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് നോക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വെൻ ഇൻവെസ്റ്റേഴ്സ് ഗിവ് മണി ടു എ കമ്പനി ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓണർഷിപ്പ് ഓർ ഷെയർസ്, ഇറ്റ് ഈസ് കോൾഡ് പ്രൈവറ്റ് ഇക്വിറ്റി. ഏതെങ്കിലും ഒരു കമ്പനിക്ക് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അവരുടെ കയ്യിലുള്ള പൈസ ആ കമ്പനിക്ക് കൊടുക്കുകയും അതുവഴി കമ്പനിയുടെ ഷെയർസ് അതിലൊരു ഓഹരി ഇവർക്ക് കൂടി അവകാശപ്പെട്ടതുമാവുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these investors usually provide funding to business that are not listed on the stock market. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തരത്തിൽ ഇവർ പണം കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഷെയർസ് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ബിസിനസ്സുകളായിരിക്കും. ദെയർ ഗോൾ ഈസ് ടു ഹെൽപ്പ് ദ കമ്പനി ഗ്രോ. അവരുടെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് അവർ പൈസ കൊടുക്കുന്നത്? ആ കമ്പനിയുടെ വളർച്ച തന്നെയാണ് അവരുടെയും ആവശ്യം. എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. ആൻഡ് മേക്ക് മണി മോർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നല്ല രീതിയിൽ അത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. അതിനുശേഷം ഈ ഇൻവെസ്റ്റേഴ്സ് അവരെന്ത് ചെയ്യും, ഈ ഷെയർസ് അവർക്ക് കിട്ടിയ ഈ ഷെയറിനെ നല്ല ലാഭത്തിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. കമ്പനിക്ക് വളർച്ച ആവശ്യമാവുന്ന പക്ഷം വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ലാതിരിക്കുമ്പം ഇൻവെസ്റ്റേഴ്സ് ഇവർക്ക് ഫണ്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഓണർഷിപ്പിൽ അവർക്കൊരു ഓഹരി ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ പ്രത്യേകത എടുത്തു പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്തവയാണ്. അങ്ങനെ വരുന്ന സമയത്ത് കമ്പനി മെല്ലെ വളർച്ച പ്രാപിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഷെയർ വിറ്റൊഴിച്ച് ഒരു പ്രോഫിറ്റ് അവിടെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ. നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ഇക്വിറ്റി ഈസ് എ ഫോം ഓഫ് റിസ്ക് ക്യാപിറ്റൽ ദാറ്റ് ഈസ് പ്രൊവൈഡ് ഔട്ട്സൈഡ് ദ പബ്ലിക് മാർക്കറ്റ്. പബ്ലിക് മാർക്കറ്റിന് പുറത്ത് സാധാരണ കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഷെയർ എല്ലാം ലിസ്റ്റ് ചെയ്യപ്പെടണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യണമെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാറ്. ഇത് അത്തരത്തിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ദാറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഓൺ ദ പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പൊതുവായിട്ടുള്ള പബ്ലിക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികളുടെ ഇക്വിറ്റീനെയാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡീൽസ് ഇൻവോൾവ് ഇൻവെസ്റ്റിംഗ് ഇൻ പ്രൈവറ്റ് കമ്പനീസ്. പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഷെയർസുമായിട്ട് ഡീൽ ചെയ്യുക, അതാണ് പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ത്രൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് മാനേജ്ഡ് ബൈ പ്രൊഫഷണൽസ്. ആ കമ്പനികളുടെ തന്നെ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽസിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ്ങിലേക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ പ്രത്യേകത ആക്റ്റീവ് റോളാണ്. മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ കമ്പനീസിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ ആക്റ്റീവ് റോൾ തന്നെയാണ് ഇവ നയിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് മേ ഇൻവോൾവ് എ ഹയർ ലെവൽ ഓഫ് റിസ്ക്. ഇതിൽ ധാരാളം റിസ്ക് അടങ്ങിയിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സ് മേ ബെനിഫിറ്റ് ഫ്രം പൊട്ടൻഷ്യൽ ഹൈ റിട്ടേൺസ് ബട്ട് ദർ ഈസ് ലിക്വിഡിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇല്ലിക്വിഡിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ അവർക്ക് ആ ഷെയറുകൾ നല്ല വിലയ്ക്ക് വിൽക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി എത്ര തരത്തിലുള്ള ഇക്വിറ്റി ഫിനാൻസിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അധിക പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ഏത് ഫോമിലായിരിക്കും, ഈ ഒരു ലിവറേജ്ഡ് ബൈ ഔട്ടിലായിരിക്കും. ബൈയിങ് ഔട്ട് എ കമ്പനി എൻറ്റയർലി വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഇംപ്രൂവിങ് ഇറ്റ്സ് വാല്യൂ ആൻഡ് റീസെല്ലിങ് ഇറ്റ് ഫോർ എ പ്രോഫിറ്റ് ഫോർ കണ്ടക്ടിങ് ആൻ IPO. അപ്പോൾ എന്താണ് ഈ ലിവറേജ്ഡ് ബൈ ഔട്ട്? ഇത്തരത്തിൽ പണത്തിന് ആവശ്യമുള്ള കമ്പനികളെ പണം കൊടുത്ത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുക. എന്തിനാണ് വാങ്ങണത്, അതിൻ്റെ വാല്യൂ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ടക്ടിങ് ഒരു IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, അതായത് പൊതുജനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു പബ്ലിക് ഓഫർ നടത്തിക്കൊണ്ട് അതിനെ നല്ലൊരു പ്രോഫിറ്റിന് റീസെല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് ആണ്. ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾച്ചർ ഫിനാൻസിങ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രബിൾഡ് കമ്പനീസ് ദാറ്റ് ഹാവ് അണ്ടർ പെർഫോമിംഗ് അസറ്റ്സ് ഓർ ബിസിനസ് യൂണിറ്റ്സ്. തീരെ പ്രവർത്തനം ഇല്ലാത്ത കമ്പനികൾ, അതായത് അണ്ടർ പെർഫോമൻസ് ആണ്, നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാത്ത കമ്പനീസോ ബിസിനസ് യൂണിറ്റുകൾക്കോ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്ട്രസ്ഡ് ആയത്, അതാണ് ആ ഒരു മീനിങ് വരുന്നത്. നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാത്ത കമ്പനികൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫണ്ടാണ് ഡിസ്ട്രസ്ഡ് ഫണ്ടിങ്. ദ ഇൻവെസ്റ്റേഴ്സ് ടിപ്പിക്കലി ബൈ ദ കമ്പനീസ് ഡെറ്റ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഒരു കമ്പനി വളരെ നഷ്ടത്തിൽ ഓടുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അവർക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്. അപ്പോൾ ആ കടത്തിനെയാണ് ആരെ ഏറ്റെടുക്കുന്നത്, ഈ ഇൻവെസ്റ്റർ ഏറ്റെടുക്കുന്നത്. അതും എങ്ങനെ, ഒരു ഡിസ്കൗണ്ടിനായിരിക്കും ഏറ്റെടുക്കുന്നുണ്ടാവുക. ആഫ്റ്റർ മേക്കിംഗ് ദ നെസസറി ചേഞ്ചസ്. ചിലപ്പോൾ ആ ബിസിനസ് അത്രയും നഷ്ടത്തിൽ വരാൻ കാരണം നമുക്ക് ഇനിയും അതിൽ പണം ഇറക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരികയും ആ ബാധ്യതകളെല്ലാം തീർത്ത് നല്ല രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അവർ പിന്നീട് ആ ബിസിനസ്സിന് എന്ത് ചെയ്യും, നല്ല ലാഭത്തിന് വിൽക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തേല് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഇക്വിറ്റി ദാറ്റ് ആർ പ്രീഡോമിനൻ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊക്കെ നമ്മൾ ഓൾറെഡി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ഒക്കെ പറഞ്ഞതാണ്. നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ ഉള്ള സമയത്ത് ആ രീതിയിൽ അവർക്ക് ഒരു ഏർലി സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഫണ്ടിങ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഗ്രോത്ത് ക്യാപിറ്റൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേബിൾ ഓർഗനൈസേഷൻസ് ആണ്, ദാറ്റ് ആർ അണ്ടർഗോയിങ് എ പീരീഡ് ഓഫ് എക്സ്പാൻഷൻ. ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ സമയത്ത് കുറേ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെയാണ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരിക. സോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലേറ്റർ സ്റ്റേജ് കമ്പനീസ്. നമ്മൾ വെഞ്ചർ ക്യാപിറ്റലൊക്കെ എവിടെയായിരുന്നു, ഏർലി സ്റ്റേജിലായിരുന്നു പറഞ്ഞത്. ഇത് ലേറ്റർ സ്റ്റേജിലാണ് ഗ്രോത്ത് ക്യാപിറ്റൽ വേണ്ടത്. ഓൾറെഡി അവർ സക്സസ് ഒക്കെ അച്ചീവ് ചെയ്ത കമ്പനീസ് ആയിരിക്കും. പിന്നെ പറയുന്നത് മെസാനൈൻ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ഡെറ്റ് ഫിനാൻസിങ് ടു കമ്പനീസ് ദാറ്റ് ആർ ടു റിസ്കി ഫോർ ട്രഡീഷണൽ ബാങ്ക്സ്. അവിടെ എന്താന്ന് പറയുന്നത്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കുകൾക്ക് നല്ല റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യാം. മെസാനൈൻ ഡെറ്റ് എന്ന് പറയുന്നത് ടിപ്പിക്കലി സെക്യൂർഡ് ബൈ എ കമ്പനീസ് അസറ്റ് ആൻഡ് ഇറ്റ് ഓഫൺ ഹാസ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ ട്രഡീഷണൽ ഡെറ്റ്. നമ്മൾ പഴയ കാലത്തുള്ള ഡെറ്റിനേക്കാൾ കുറച്ചുകൂടി ഹയർ ഇൻട്രസ്റ്റിൽ കമ്പനിയുടെ തന്നെ അസറ്റിനെ സെക്യൂർ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഡെറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻസിനെയാണ് എന്ന് പറയുന്നത് മെസാനൈൻ ഫിനാൻസ് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിയൽ എസ്റ്റേറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അവർക്ക് തന്നെ വല്ല കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളോ ഹോട്ടലോ അപ്പാർട്ട്മെൻറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദേ ടിപ്പിക്കലി ബൈ ദീസ് അസറ്റ്സ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. അവർ ഇത്തരത്തിലുള്ള അസറ്റുകളെ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 തരത്തിലാണ് നമുക്ക് എന്തുള്ളത്, പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് വരുന്നത്. ഇനി ഈ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പൊട്ടൻഷ്യൽ ഫോർ ഹൈ റിട്ടേൺസ്. കാരണം തീരെ ഇല്ലാത്തൊരു സ്റ്റേജിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും അതുവഴി അവരുടെ ഒരു ഓണർഷിപ്പ് അച്ചീവ് ചെയ്തതിന് ശേഷം അതിന് നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തിച്ചിട്ട് നമുക്കത് വിൽക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഹൈ റിട്ടേൺസിനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്, ലോങ് ടേമിലേക്ക് കൂടുതലാണ്. ആക്സസ് ടു പ്രൈവറ്റ് കമ്പനീസ്. ഇനി ഇതിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഇത്തരത്തിലുള്ള കമ്പനികളെ സക്സസ്ഫുൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ആൻഡ് ആക്റ്റീവ് മാനേജ്മെൻറ്റ് മെയിനായിട്ട് മാനേജിങ് കമ്പനീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തന്നെ വളരെ ആക്റ്റീവായിട്ടൊരു റോൾ അവർക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ മാത്രമാണ് കമ്പനിയുടെ പെർഫോമൻസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി നല്ല റിട്ടേൺസൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തേൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഈ ചില കേസസിൽ ഇങ്ങനെ നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയാണെങ്കിൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ ഇല്ലിക്വിഡിറ്റി. ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വേണ്ട സമയത്ത് ക്യാഷാക്കി മാറ്റാൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല. ഇപ്പം നമ്മളൊരു കമ്പനീനെ ഏറ്റെടുത്തു, അവിടെ നമ്മൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വരുമ്പോൾ അതിലുള്ള ഷെയർ വിറ്റിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ എടുക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഹൈ ഫീസാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ചിലവ് കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ റിസ്ക് കൂടുതലാണ്. കാരണം നഷ്ടത്തിലൊരു കമ്പനീനെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പം വളരെ റിസ്കിയർ ആണെന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, അവർ എപ്പോഴും ഓഫൺ യങ് ആൻഡ് ഗ്രോയിങ് വിച്ച് ഇൻവോൾവ് മോർ റിസ്ക്. ഈ PE ഫേംസ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള കമ്പനികളിലാണ്,
കൂടുതൽ റിസ്ക് ഉള്ളതും അതേപോലെ തന്നെ വളർന്നു വരുന്ന കമ്പനികൾക്കുമാണ്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനീസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്. ഓരോ ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എത്രത്തോളം ഉണ്ട് അസസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. എന്തൊക്കെയാണ് പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും മെച്യൂർ ആയിട്ടുള്ള കമ്പനിക്കായിരിക്കും പ്രൈവറ്റ് ഇക്വിറ്റിയിൽ കൊടുക്കുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ എപ്പോഴും ഏർലി സ്റ്റേജിലുള്ള കമ്പനീസിനായിരിക്കും കൊടുക്കുക. പ്രൈവറ്റ് ഇക്വിറ്റി കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ലാർജർ ആയിരിക്കും. ഇവിടെ അതിനെ കമ്പയർ ചെയ്യുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് സ്മോളർ ആണ്. ഇവിടെ റിസ്ക് വളരെ കുറവാണ്, പക്ഷെ അതേസമയം വെഞ്ചർ ക്യാപിറ്റൽ റിസ്ക് വളരെ ഹൈ ആണ്. പിന്നെ ലോവർ റിട്ടേൺ ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രൈവറ്റ് ഇക്വിറ്റിയിലുള്ളൂ. ഇവിടെ ഹയർ റിട്ടേണിന് ചാൻസ് കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, ലെസ് ലിക്വിഡ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലിക്വിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ആകെ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്താണ് എന്നുള്ളതും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ടൈപ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, ഇത്രയും പോയിൻ്റാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പലരും ഒരുപാട് പേര് കണ്ടു പോകുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കമൻറ്റ് സെക്ഷനിലൂടെ. പക്ഷെ എന്തോ ഓരോ വീഡിയോ കണ്ടു കഴിയുമ്പോഴും ഒന്ന് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ഒക്കെ വലിയൊരു മടി പോലെയാണ് നമുക്ക് കാണുന്നത്. ശരിക്കും നിങ്ങളെ ആരെയും നേരിട്ട് കാണുന്നില്ലെങ്കിലും നിങ്ങൾ തരുന്ന ഒരു ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എത്രത്തോളം നമ്മളെ ഉൾക്കൊള്ളുന്നു എന്നറിയാൻ ആകെയുള്ളൊരു വഴി ഇത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ഇത്ര മടിയുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് കൊടുക്കണേ. എല്ലാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. ഇത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ കോളേജസിലും ഇപ്പോഴുള്ള FIUGPയിലുള്ള ആളുകൾ പഠിക്കുന്ന ഈ സെയിം സബ്ജക്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എവിടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഈ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്